പ്രശ്നങ്ങളും കഴിഞ്ഞ് നിന്റെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് കയറിയിരിക്കാം. അതെ, ഇന്നു മുതൽ എന്നേക്കുമായി നീ എനിക്ക് സ്വന്തം. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കാത്തിരുന്നത്? നീയും ഞാനും മാത്രമാവുന്ന നിമിഷം. ഈ എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാകുമ്പോഴാണല്ലോ ഈ പ്രണയത്തിന് ഇത്ര മധുരം. പ്രണയത്തിന് അത്രയും മധുരമുണ്ടോ? പ്രണയത്തിന് മധുരമേ ഉള്ളൂ. നിന്നോട് ചേർന്നിങ്ങനെ നിൽക്കുമ്പോ എനിക്ക് മറ്റൊന്നും ഓർമ്മയില്ല. നീ എനിക്കുള്ളവളാണല്ലോ എന്ന് ഓർക്കുമ്പോ എന്നൊരു അഹങ്കാരം എനിക്ക്. ഇനി മരണം വരെ തുളസിയും ആദിത്യനും ഒരുമിച്ച്. എവിടം തൊട്ടാ നമ്മുടെ പ്രണയം തുടങ്ങിയത്? ഓർമ്മകൾ തുടങ്ങുന്നിടത്തുനിന്ന്, ബാല്യകാലം മുതൽ. അതെ, പിച്ച വെച്ച് നടന്ന കാലം മുതല്, മുറ്റത്ത് ഓടി നടന്ന കാലം മുതല്, അല്ലേ? ആദി, 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 വാതിൽ തുറക്കാൻ. നിന്റെ അമ്മ, ഞാനിത് പ്രതീക്ഷിച്ചതാ. എടാ വാതിൽ തുറക്കാൻ. ആദി, എടാ ആദി, വാതിൽ തുറക്കാൻ. ആദി, അങ്ങോട്ട് ചവിട്ടി പൊളിക്കടി വാതില്. ധിക്കാരോ അല്ലേ അവളും അവനും കൂടി കാണിക്കുന്നത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നുള്ള അഹങ്കാരോ? വിളിക്കടി അങ്ങോട്ട്. തുറക്കട അങ്ങോട്ട്. ഇവളിന്ന് എവിടെ പോയി? അറിയില്ല അപ്പച്ചി. കണ്ടില്ലേ അവളുടെ ഒരു നിപ്പ്? വല്ല കൂസലും ഉണ്ടോന്ന് നോക്കി. എന്നെ ധിക്കരിച്ച് എന്തു അങ്ങ് ആകാന്ന് കരുതിയോ? എന്താ അമ്മ ഇത്? എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? ഭാര്യ ഭർത്താക്കന്മാര് അവരുടെ ബെഡ്റൂമിൽ ഇരിക്കുന്നതേ ഇവരുടെ നോട്ടത്തില് വലിയ തെറ്റ. അയ്യോ, കണ്ടില്ലേ അവളുടെ ഒരു തന്റെയിടം? ഇവൾ 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 ഒറ്റ വരുത്തിയ ഇതിനൊക്കെ കാരണം. നീ എന്താടി പറഞ്ഞ? ഭാര്യ ഭർത്താക്കന്മാരാണെന്നോ? ആര്? നീ ഇവന്റെ ഭാര്യയോ? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് സമ്മതമായില്ലേ? എത്രയൊക്കെ ആയിട്ടും നോക്കിക്കൊണ്ട് നിൽക്കാതെ അവളെ പിടിച്ച് പുറത്താക്കു ദുർഗെ. ഇറങ്ങടി ഇങ്ങോട്ട്. ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ. ഞാൻ എന്തിനിറങ്ങണം? ദേ കിടക്കുന്നു ഇപ്പൊ വാദി പ്രതിയായി. തുളസി ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. അമ്മേ, അതി നീ മിണ്ടാതിരിക്ക. അത് പിന്നെ അവള് തലയണ മന്ത്രം തുടങ്ങി. അത് കേക്കാൻ ഇവനൊരു പെങ്കോന്തൻ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്തെയ്യടാ? അവളൊന്ന് ചിരിച്ചു കാണിച്ച് ഉടനെ തന്നെ രണ്ടുപേരും കൂടി മുറി കയറി. അങ്ങോട്ട് വിളിക്ക. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇതെന്ത് മര്യാദ കേടായി പറയുന്നേ?
ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ബെഡ്റൂമിലല്ലേ? ഇല്ല. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദുർഗേച്ചിക്ക് വേണ്ടി ഒരു വലിയ ത്യാഗമാണ് നീയും ഞാനും കൂടി ചെയ്തത്. അത് ദൈവം കണ്ടിട്ടുണ്ട്. ദൈവം നമ്മളെ ശിക്ഷിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആരതി ഒഴിഞ്ഞില്ല എന്നുള്ളത് പോട്ടെ, ഒരു നിലവിളക്ക് പോലും എടുത്തു കൊടുത്തില്ല ദുർഗേച്ചി. പ്രസാദേട്ടന് വിളക്ക് കൊളുത്തി തുളസിമോളെ അകത്തേക്ക് കയറ്റിയത്. അതെ, പ്രതികാരം തന്നെയാ. അനന്ത സംശയം? ദുർഗ ഓട് പൊളിച്ച് ഇറങ്ങി വന്നവളൊന്നുമല്ല തുളസി. തന്റെയും എന്റെയും അംഗീകാരത്തോടെ ആദിത്യന്റെ ഭാര്യയായി ഈ പടികേറി വന്നവളാ. എന്റെ മകന്റെ ഭാര്യയായിട്ട് എനിക്ക് അവളെ കാണാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ കണ്ടേ പറ്റൂ. അങ്ങനെ തന്റെ മനസ്സിനെ താൻ തയ്യാറാക്കിയ ഒക്കൂ. ആദിത്യന്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ തുളസിയോടൊപ്പമായിരിക്കും. ഇവിടെ അവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. ആദിത്യൻ എന്റെ മകനാ, എന്റെ മകൻ. ശരിയാ, അന്നമൻ തന്നെ സമ്മതിച്ചു. പക്ഷേ അവൻ തുളസിയുടെ ഭർത്താവ് കൂടിയാ. ഇപ്പോ എടോ എല്ലാ ബന്ധങ്ങൾക്കും മേലെയാ ഈ ഭാര്യ ഭർത്തൃ ബന്ധം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആദിയുടെയും തുളസിയുടെയും ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കാനും അവരെ നിരീക്ഷിക്കാനും താൻ നിർത്തിയിരിക്കുന്ന ആദരയെ എത്രയും വേഗം ഈ വീട്ടിന് പറഞ്ഞു വിട്ടേക്കണം. എന്തിനാ പെണ്ണിനെ പറഞ്ഞ് മോഹിപ്പിക്കുന്നു? എന്തിനാ കുട്ടിയുടെ ജീവിതം തകർക്കുന്നു? അവളെ അവളുടെ അച്ഛന്റെ കൂടെ അങ്ങ് വിട്ടൂടെ? അവൾ എന്റെ മകന്റെ ഭാര്യയായിട്ട് ജീവിക്കും. എടോ, തന്റെ മാനസിക നിലയ്ക്ക് സാരമായിട്ട് എന്തോ തകരാറുണ്ട്. അങ്ങനെ ഞാൻ സംശയിക്കുന്നു. എനിക്ക് ഭ്രാന്തുണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ഈ ശാപവാക്കുകളൊന്നും എനിക്ക് പുതിയതല്ല. ഇതൊന്നും കേട്ട ഇനി ഞാൻ വിഷമിക്കൂല്ല. പക്ഷേ തുളസിയുടെയും ആദിയുടെയും ജീവിതത്തിൽ കയറി താൻ ഇനി പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. അങ്ങനെ സൃഷ്ടിച്ച അവൻ ഒടുവിൽ അമ്മയെന്ന നിലമറന്ന് തന്നോട് പൊട്ടിത്തെറിച്ചെന്നിരിക്കും. അതൊരു പക്ഷേ തനിക്ക് താങ്ങാനായിന്ന് വരില്ല. ദുർഗ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ദുർഗ ആരാണെന്ന് ഇനി ഞാൻ നിങ്ങളെ അറിയിക്കും. കാത്തിരുന്ന് കണ്ടോ അത്? നിന്നെ വിളക്ക് കൊളുത്തി തന്ന് ഇതിനകത്തേക്ക് സ്വീകരിച്ചത് ഞാനല്ല. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാമെന്ന് നിങ്ങൾ രണ്ടുപേരും കരുതണ്ട. ഇനി നിന്റെ ജാതകവിധി ഞാൻ എഴുതും. നീ ഈ വീടിനകത്ത് കിടന്ന് പോകുകയും
എന്താ ദുർഗെ ഒറ്റയ്ക്ക് ഈ മുറിയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നെ? എന്താ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല അപ്പച്ചി. അതെ, മുഖം മനസ്സിന്റെ കണ്ണാടിയെന്ന് ഏതോ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് മഹാകവിയാണെന്നൊക്കെ തോന്നുന്നു. ആരും ആയിക്കോട്ടെ, നമുക്കൊരു ഛേദവും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒന്നുമില്ലാന്ന് നീ പറയുമ്പോഴും നിന്റെ മുഖം എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. നീ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. കാൽ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നതായിട്ട് നിനക്ക് തോന്നുന്നു. എന്താ, സത്യമല്ലേ? ഈ വീട്ടിലെ നിന്റെ അധികാരം കുറഞ്ഞു വരികയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ ദുർഗെ? അതും ശരിയല്ലേ? എന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കാ ധൈര്യം? ഞാൻ ദേവമംഗലത്തിന്റെ തറവാട്ടമ്മയാ. തറവാട്ടമ്മയാണെന്നും കുടുംബദേവതയാണെന്നും ഒക്കെ സ്വയം വിചാരിച്ചൊരിടത്ത് ചടഞ്ഞുകൂടിയിരുന്ന കുടുംബവിളക്ക് ഊതിക്കെടുത്താൻ വേറെ ആളുകളുണ്ട് ഇവിടെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന പഴയൊരു നാണം കെട്ട പഴഞ്ചൊല്ലുണ്ട്. യാതൊരു അർഹതയുമില്ലാത്തവർ ഈ കുടുംബത്തിന്റെ അധികാരികളായി മാറും. അതറിയോ നിനക്ക്? ഞാൻ ഇന്നൊരു മുന്നറിയിപ്പ് തന്നതാ. ഇടയ്ക്കിടെയുള്ള എന്റെ ഈ മുന്നറിയിപ്പ് നിനക്ക് ഗുണം ചെയ്യും. എന്നെ ഭരിക്കാനായിട്ട് ധൈര്യമുള്ളവരാരും ഇവിടെ ഇല്ലപ്പച്ചി. അതിന് തയ്യാറാകുന്നവരാരായാലും അവരെ വീഴ്ത്താൻ എനിക്കറിയാം. ഹാ. ദുർഗേ, നീ വിചാരിക്കുന്ന പോലെ കാറ്റിപ്പോൾ നിനക്കനുകൂലമല്ല. ആദിയുടെയും തുളസിയുടെയും കല്യാണം മുതൽ കാറ്റ് മറ്റൊരു വഴിക്ക് വീശുകയാ. കണ്ടകശനി വന്നപ്പോ ഭഗവാൻ വരെ മാളത്തിനകത്ത് കയറി ഒളിച്ചെന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. അത് നുണയാണോ നേരാണോന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കണ്ടകശനിയൊന്നുമില്ല. ജാതകവശാൽ ഒരു ദോഷവും ഇല്ല. ഹാ. പക്ഷേ എന്റെ ടെൻഷൻ ഇപ്പൊ അവളാ. ആ നാശം പിടിച്ചവള്. അവള് മാത്രം. അതാണ് ദുർഗെ അപ്പച്ചി പറഞ്ഞു വരുന്നത്. അവൾ നിന്റെ എക്കാലത്തെയും തലവേദനയാണെന്ന്. പക്ഷേ ശത്രു അവൾ മാത്രമാണെന്ന് കരുതരുത്. അവളോടൊപ്പം അവരെല്ലാവരും ഉണ്ട്. ഒരു മനസ്സോടെയാ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് നിന്നോട് പൊരുതുന്നത്. നിന്നെ അവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാ. അതൊരു പുതിയ അറിവൊന്നും അല്ലല്ലോ അപ്പച്ചി. അവരെല്ലാവരും കൂടി എന്നോട് പൊരുതാൻ തുടങ്ങിയിട്ടേ കാലം കുറച്ചായി. നിനക്കിപ്പോ ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. അത് നിനക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുക, നീ ഒരു കാരണവശാലും ഇങ്ങനെ ചിന്തിച്ചും വിഷമിച്ചും സമയം കളയരുത്. എടോ, താൻ ഈ ദേവമംഗലത്തെ കുടുംബിനിയാണ്. വിവാഹം കഴിഞ്ഞ ഒരു മകന്റെ അമ്മയാണ്. അതിലുപരി എന്റെ ഭാര്യയാണ്. ഞാൻ കുടുംബിനിയും അമ്മയും ഭാര്യയും ഒക്കെ തന്നെയാ. പക്ഷേ ഞാൻ ആരുടെ അടിമയൊന്നുമല്ല. എടോ, താൻ അടിമയും ഞങ്ങൾ എല്ലാവരും ഉടമകളൊന്നും അല്ല. തന്നെ സ്നേഹിക്കുന്നവര് മാത്രമേ ഇവിടെ ഉള്ളൂ. പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിലേ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളൊക്കെ ഞാനിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. മനസ്സിന് പോറലേൽക്കാതിരിക്കാൻ ചിലതൊക്കെ മനഃപൂർവ്വം പറയാതിരുന്നത് ആപത്തുകളായിട്ട് ഇപ്പൊ എന്റെ നേരെ പാഞ്ഞെടുക്കുക. പ്രസാദൻ എന്താ പറഞ്ഞു വരുന്നത്? തന്റെ വയലൻസ് അതിത്തിരി കൂടുതലാ. എനിക്ക് അവള് ഭക്ഷണം വിളമ്പി തരണ്ട. എനിക്ക് അവളെ ഇഷ്ടമല്ല. ദുർഗ, ഇടോ, താനൊന്ന് വീണ തനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാ തന്നെ ഇനി നോക്കേണ്ടത് ആരാ? അതെനിക്കറിയോ?
അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നാലേ കെട്ടിത്തൂങ്ങി ചാവും ഞാൻ. ദുർഗ. ആ പരിസരത്ത് അടുപ്പിക്കില്ല ഞാൻ അവളെ. എടോ, തന്റെ ഈ പിടിവാശി തനിക്ക് അപകടമാ ദുർഗ. അതിന് ദൈവം പോലും തനിക്ക് മാപ്പ് തരില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടാവും, എനിക്ക് ഉറപ്പാത്. ദൈവം എന്ന് പറഞ്ഞാലേ സ്നേഹമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. തനിക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ലടോ. എടോ, താൻ തന്റെ മകൻ ആദിത്യനെ സ്നേഹിക്കുന്നു എന്നല്ലേ ഈ പറയുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് സ്നേഹമല്ല. താൻ തടവിലാക്കി അവനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എന്റെ മോനെ ഞാൻ തടവിലാക്കിയെന്നു. സംശയം എന്താ? എടോ, അവനൊരു സ്വാതന്ത്ര്യമുണ്ടോ? അവനൊരു സ്വപ്നം കാണാനുള്ള അനുവാദമുണ്ടോ? എന്തിന്? അവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആ പെൺകുട്ടിയെ അവന്റെ ഭാര്യയായിട്ട് തനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടവളുമാരെയൊന്നും അംഗീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. കണ്ടവളുമാരോ? അവൾ തന്റെ മോളാ. പ്രസദേട്ടാ, എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്? എടോ, അവള് തന്റെ മരുമകളാ, തന്റെ മകന്റെ ഭാര്യ. എടോ, അവളൊരു മകളായി കണ്ട് ഒന്ന് സ്നേഹിക്ക്, അംഗീകരിക്ക് ഇനിയെങ്കിലും. എടി, നിന്റെ ജീവിതം തുലഞ്ഞു. കണ്ടില്ലേ ഈ പാത്രമൊക്കെ ചെതറി കിടക്കുന്ന കണ്ടില്ലേ? അതുപോലെ നിന്റെ ജീവിതവും ചിതറും. എനിക്കേ നിന്റെ ജീവിതം കണ്ടിട്ടേ കഷ്ടം തോന്നുക. പക്ഷേ സഹതാപം വരുമ്പോ നീ ഞങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് ഓർക്കും. അപ്പൊ അതങ്ങ് മാറും. എന്തിനാടി ഇങ്ങനെ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയൊക്കെ ഏറ്റ് ഇതിനകത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നെ? ആദ്യേട്ടന്റെ ഭാര്യയായി ജീവിക്കാനാണ് ഈ ത്യാഗമൊക്കെ ചെയ്യുന്നതെങ്കിലേ അതൊന്നും ഇവിടെ നടക്കില്ലെന്ന് നീ ഇനി മനസ്സിലാക്കിയില്ലേ? എന്റെ ആഗ്രഹങ്ങളെ തല്ലി ഉടച്ചവളാ നീ. എന്റെ കഴുത്തിലേക്ക് വരേണ്ട താലിമാല തട്ടിപ്പറിച്ചവളാ നീ. നിന്റെ കണ്ണീര് കാണാനാ ഞാൻ കാത്തിരിക്കുന്നെ. നീ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണീരും എന്റെ മനസ്സിനെ തണുപ്പിക്കുന്ന പനിനീരാ. എന്താടി ഞാൻ ഇത്രയൊക്കെ കളിയാക്കിയിട്ടും നീ ഒരക്ഷരം മിണ്ടാത്തെ? എന്നായാലും ദുർഗാമ്മയുടെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നേരം വെളുത്ത അന്ത്യാവുന്നത് വരെ ഞാൻ 1000 ഞാൻ. ACPയുടെ ഭാര്യ എന്നല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അഡ്രസ് ഉണ്ടോ അവർക്ക്? എത്ര വലിയ ആളാ മാമൻ. ആ മാമനോട് മര്യാദയ്ക്ക് പെരുമാറാൻ ഈ ദുർഗാമ്മയ്ക്ക് കഴിയുന്നുണ്ടോ? എല്ലാം അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. അച്ഛൻ ക്ഷമിച്ച അമ്മ ഇങ്ങനെ ആയത്. എന്നാ ഞാൻ ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. നിന്റെ അമ്മയ്ക്കുള്ള എന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് മറ്റൊരു തരത്തിലാ ഞാൻ കൊടുക്കാൻ പോകുന്നത്. എങ്ങനെ? അങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നേ പറഞ്ഞ അതിന്റെ ഒരു സസ്പെൻസ് അങ്ങ് പൊളിയില്ലേ? അതുകൊണ്ട് കാത്തിരുന്ന് കാണും. എടോ, തന്റെ ഈ കുടുംബം എന്ന് പറയുന്നതേ എന്റെയും കൂടെ കുടുംബമല്ലേ?
ഞാനല്ലേ ഈ കുടുംബത്തിന്റെ നാഥൻ. എടോ, ആ തുളസിത്തറയിലെ വിളക്ക് കൊളുത്തുന്നവളെ ഈ കുടുംബം തകർക്കാൻ വന്നവളല്ല. അവള് നമ്മുടെ മരുമകളായിട്ട് കയറി വന്നവളാ. ആ വിളക്ക് പോലെ ഈ വീട്ടിൽ വിളങ്ങേണ്ടവളാ. വിളങ്ങുന്നവളുമാണ്. മരുമകളെ പുകഴ്ത്താൻ 1000 നാവാണല്ലോ. ഒന്നും പുകഴ്ത്തേണ്ടവരെ പുകഴ്ത്ത് തന്നെ ചെയ്യും. അതിലിപ്പോ എന്തത്ര തെറ്റ്? അവൾ എന്റെ മരുമകളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഈ അഭിപ്രായമേ തിരുത്തേണ്ടി വരും. എനിക്കൊന്നും തിരുത്തേണ്ടി വരില്ല. പക്ഷേ താൻ പലതും തിരുത്തേണ്ടി വരും. ഓർമ്മിച്ചു. ദുർഗ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യവും തിരുത്താൻ പോകുന്നില്ല. അത് നടപ്പാക്കിയേ ഞാൻ അടങ്ങൂ. എത്ര അലക്കിയാലും വെളുക്കിലിടോ താൻ. വേണ്ട, ഈ നല്ല സന്ധിക്ക് നമ്മളായിട്ടേ ഇങ്ങനൊരു വഴക്ക് വേണ്ട. താൻ കയറിപ്പോ. അതെ, എന്റെ ഭർത്താവിനെ എനിക്കെതിരെ തിരിക്കാൻ വേണ്ടി, ഞാനും പ്രസാദേണ്ണനും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി, ഈ കുടുംബം അലങ്കോലമാക്കാൻ വേണ്ടി, അതിനു വേണ്ടിയുള്ള അവളുടെ തന്ത്രങ്ങളാ ഇതെല്ലാം. മാമനെ മരുമകൾ സ്വാധീനിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ. മാമനും പെങ്ങളും അളിയനും ഇവരെല്ലാവരും എന്റെ ശത്രുക്കളാ. എല്ലാവരും. അവരൊക്കെ ഒറ്റക്കെട്ടാ, ഞാൻ ഒറ്റയ്ക്ക്. അനുവദിച്ചു കൊടുക്കരുത് ദുർഗേച്ചി. ഇതൊന്നും അനുവദിച്ചു കൊടുക്കുകയേ ചെയ്യരുത്. ഇങ്ങനെ പോയാ ആദ്യേട്ടനെയും അവള് ദുർഗാന്റിയുടെ ശത്രു ആക്കും. അതെ, അതിനുള്ള പുറപ്പാടൊക്കെയാ ഇത്. അവനെ എങ്ങനെയും അവന്റെ അമ്മയ്ക്കെതിരെ തിരിക്കണം. എന്നിട്ട് ഞാനും അവനും തമ്മിലുള്ള യുദ്ധം കണ്ടോണ്ട് അവക്കിവിടെ സന്തോഷമായിട്ട് അവനോടൊപ്പം താമസിക്കണം. അതിന് തന്നെയാ അവള് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അത് തന്നെയാ ദുർഗേച്ചി. ദുർഗേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൾ ആദിത്യനെയും പ്രസാദ് സാറിനെയും കയ്യിലെടുത്ത ദുർഗേച്ചിക്ക് ഒരു പൂച്ചയെ പോലെ ഈ വീട്ടിൽ ഒതുങ്ങി കഴിയേണ്ടി വരും. കൂടെ എനിക്കും. ദുർഗേച്ചിക്ക് ഇന്നൊരു പ്രൗഢിയുണ്ട്. ഒരു തറവാട്ടമ്മയുടെ തലയെടുപ്പുണ്ട്. അത് ഇവളായിട്ട് തകർക്കാൻ ഇടവരുത്തരുത്. അങ്ങനെ തകർന്ന ഈ പുലി എലിയായിട്ട് മാറും. ആന്റി, പ്രസാദങ്ങളും ആദ്യേട്ടനും അവളും തമ്മിൽ ഒരിക്കലും ഒന്നാവാനുള്ള അവസരം കൊടുക്കരുത്. അതെ, എന്ന് വെച്ചാ അവരിപ്പോ ഒന്നാണ്. അത് നമുക്ക് പൊളിക്കണം. പ്രസാദ് സാർ അവളുടെ അമ്മയുടെ ആങ്ങളെ ആയതുകൊണ്ട് അവര് തമ്മിൽ അകലാനും അവര് നമുക്ക് അകറ്റാനും വലിയ പാടാ. പക്ഷെ ഒരു കാരണവശാലും ആദിയും തുളസിയും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എല്ലാവരും ചേർന്ന് പലതരം തന്ത്രങ്ങൾ ഒരുക്കി അവളെ ആദിയുടെ ഭാര്യയാക്കി മാറ്റി ഈ വീട്ടിലെത്തിച്ചു. പല പരാജയങ്ങൾ നമുക്ക് വന്നതുകൊണ്ട് അവൾ ഈ വീട്ടിനകത്ത് കയറിപ്പറ്റി. ഇനി അവളെ അങ്ങനെ മുന്നോട്ട് വിട്ടുകൂടാ. പിടിച്ചു കെട്ടണം നമുക്ക്. അവളെ പിടിച്ചു കെട്ടിയാലേ എനിക്ക് ഇവളോടുള്ള വാക്ക് പാലിക്കാൻ പറ്റൂ. സുലു ആന്റി, അവൾക്കിട്ടൊരു പണി കൊടുക്കണം. ആ കാട്ടു തുളസിക്ക് കൊടുത്തിരിക്കും നമ്മള്.
ദുർഗാമ്മയുടെ ആ മുരട്ട് സ്വഭാവം അത് നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ദുർഗയാക്കി നിന്റെ അമ്മയെ ഞാൻ മാറ്റും. എന്റെ അമ്മ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നന്മ മാത്രമുള്ളവളാ. ദുർഗാമ്മ നിന്റെ അമ്മയാ. അവരെ നന്നാക്കി എടുത്താ നിനക്ക് കൊള്ളാം. നീ എന്തായി ആലോചിക്കുന്നത്? ഒന്നുമില്ല. അതേ, നാമം ജപിച്ചുകൊണ്ടിരുന്ന നിന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ആലോചിക്കായിരുന്നു. അതെ, ഈ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ താലപ്പൊലി പെണ്ണുങ്ങളൊക്കെ എടുക്കുന്ന താലപ്പൊലി. ആ താലപ്പൊലി നിരയില് താലവ് ഏന്തി നിൽക്കുന്ന തുളസിയായിരുന്നു എന്റെ മനസ്സിൽ. ഒന്ന് പോടാ അവിടുന്ന്. രാവിലെ തന്നെ അവന്റെ ഒരു പൈങ്കിളി ഡയലോഗും 4-ാം കിട റൊമാൻസും. ഞാനിവിടെ പല കാര്യങ്ങളും ഓർത്ത് പോകുകയും മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടായിട്ട് വേണ്ടേ പ്രണയിക്കാൻ. അതിനിപ്പോ എന്താ നിന്റെ പ്രശ്നം? എടാ, നീ വിചാരിക്കും പോലെ അല്ല. ഈ വീട്ടില് ജീവിക്കണമെങ്കിൽ ഞാൻ വല്ലാതെ സൂക്ഷിക്കണം. മനസ്സിലായില്ല? ആ, നിനക്കിപ്പോ മനസ്സിലാവില്ല. നീ അവരുടെ മോനല്ലേ. നിന്നെ ആരും ഒന്നും ചെയ്യൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എടി, നീ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് തെളിച്ചു പറ. എന്താന്നറിയ എടോ, വിവാഹത്തിന് മുമ്പേ, അതായത് താൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ്, എല്ലാവരെയും പോലെ തന്നെ അമ്മ പാചകം ചെയ്തു തരുന്ന ഭക്ഷണമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കേട്ടോടോ, അതിനായിരുന്നു രുചി. അതിനെ രുചി ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം താൻ വെച്ചു തരുന്ന ആഹാരം, അതിന് അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരത്തിന് അത്ര കിടപിടിക്കുന്ന രീതിയിലുള്ള രുചിയുണ്ട്. ഇങ്ങോട്ട് നോക്കി, തന്റെ കൈപുണ്യം അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ബൗളിംഗ് എടുത്തു തരൂ. ആ, അതാണ്. പ്രസാദേട്ടൻ എന്നെ കളിയാക്കിയതാണോ? ഒരിക്കലും ഇല്ല ദുർഗ. എന്താ താൻ അങ്ങനെ ചോദിച്ചേ? താൻ ഉണ്ടാക്കി തരുന്ന ആഹാരത്തെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്. എല്ലാം ചെയ്തല്ലേ പറ്റൂ. അതെന്തോടെ താൻ അങ്ങനെ പറഞ്ഞത്? തന്നോട് അടുക്കളപ്പണി ചെയ്യണമെന്ന് ആരെങ്കിലും നിർബന്ധിച്ചു? അല്ല, പ്രസാദേട്ടന്റെ ശീലങ്ങളൊക്കെ മാറി മാറി വരുവാണല്ലോ. പെങ്ങളുടെ മകൾ ഈ വീട്ടിൽ പുതിയ പുതിയ രീതികളൊക്കെ കൊണ്ടുവരുമ്പോ അതെനിക്കും ബാധകമാണല്ലോ. ഞാനും അതനുസരിച്ച് മാറണ്ടേ? ഓ, അങ്ങനെ. അപ്പൊ അത് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെ എത്തി. ഇപ്പൊ മനസ്സിലായി. എടോ, ആര് നല്ലത് ചെയ്താലും അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എടോ, താനിങ്ങനെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാതെ തുളസിയുടെ നല്ല ശീലങ്ങളെ താനൊന്ന് അംഗീകരിക്കേ. ഓ, എന്റെ നോട്ടത്തിൽ അവൾക്ക് ഒരു നല്ല ശീലം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അംഗീകരിക്കും? എടോ, അതിങ്ങനെ തന്നെ. ഈ മുൻധാരണകളൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ നിഷ്പക്ഷമായിട്ട് തുളസി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ താൻ അവളിൽ കാണുന്നത് മുഴുവൻ നന്മകൾ മാത്രമായിരിക്കും. ഒരു സംശയം വേണ്ട. അച്ഛന്റെ മോളല്ലേ? ശരിയാ നീ പറഞ്ഞത്. എടാ, ഇപ്പോഴാ എനിക്ക് ശരിക്കും ഒരു കാര്യം ബോധ്യമായി. എന്താണെന്നറിയാം? എന്താന്ന് വെച്ചാ, തുളസി മോള് വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറി വന്നതിന്റെ ഐശ്വര്യ ഇപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെ. പിന്നെ ഐശ്വര്യ ദേവതയില്ലേ? സത്യം പറഞ്ഞ അവള് വന്ന് കയറിയപ്പോ ഒരു പുതിയ വെളിച്ചം വന്നു ഈ വീട്ടില്. അത് കാണാനുള്ള കണ്ണില്ലാതെ പോയി ചിലർക്കൊക്കെ. അത് ദുർഗേച്ചിക്കിട്ട് തന്നെയാ പറച്ചില്. എന്താടാ ഞാൻ പറഞ്ഞ ശരി? അച്ഛൻ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. തുളസി ഇവിടെ വന്ന് കയറിയതിനു ശേഷം ചെറിയ മാറ്റമൊന്നല്ല ഇവിടെ ഉണ്ടായത്. ഇങ്ങനെയാണെങ്കിൽ ക്രമേണ അമ്മയെ മാറുന്നെന്നെ എന്റെ വിശ്വാസം. മാറും ദുർഗേച്ചി മാറും. കൊല്ലാനോ? എന്റെ ദൈവമേ! ദേ, കൊലപാതകം നടത്തിയ കുറഞ്ഞത് ജീവപര്യന്ത ശിക്ഷ. ഇതിനകത്ത് തന്നെ ACP ഉണ്ട്.
എല്ലാ പോലീസുകാരും കൂടി എന്നോട് ചോദിച്ച വിറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോവും കൊന്നത് നീയാണെന്ന്. ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നുന്ന നിന്നെ വന്ന് കാണാൻ ദയവായി എന്നെ നിർബന്ധിക്കല്ലേ. ഇത് അവൾക്ക് തൽക്കാലം ഒരു ചെറിയ ശിക്ഷ. ഇത് കൊടുത്തേ പറ്റൂ. എന്റെ ആദരെ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഇതെന്താ? നീ എന്താ എന്നെ പഠിപ്പിക്കുകയാണോ? ഇത് തേപ്പ് വെട്ടി. ഇതുകൊണ്ടാണ് ഒരു പ്രയോഗം. ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്കോ? അതെ, അത് തന്നെയാ. അതാണെങ്കി വലിയ കുഴപ്പമില്ല. ചത്താലും കറണ്ട് അടിച്ച് ചത്തതാണെന്നേ കരുതോളൂ. കറണ്ടിനെതിരെ എന്തായാലും കേസ് കൊടുക്കാനൊന്നും ആരും പോകത്തില്ലല്ലോ.